സാരമില്ല, പരാതികളില്ല. ഞാൻ നിമിഷ സ്റ്റാർട്ടപ്പ് കമ്പനിയിലോട്ട് സ്വാഗതം. ഞാൻ പറയുന്ന പലരെക്കുറിച്ചും പലതും പറയും. ആരും ഒന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. പള്ളിയെ കാണുമ്പോൾ മിണ്ടണം. എനിക്ക് സെൻറ്റ് മേരീസ് യൂണിറ്റ് അനുവദിച്ച് തന്നിട്ടുള്ളത് 10 മിനിറ്റാണ്. ഈ 10 മിനിറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും കുറ്റം പറയാൻ തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സമയം കൂടുകയാണെങ്കിൽ മറ്റ് യൂണിറ്റുകാർ കൂവുക. അപ്പോൾ ഞാൻ നിർത്താൻ ശ്രമിക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ബേസിൽ ബെന്നി അച്ഛൻ പള്ളിയിലോട്ട് ആദ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അച്ഛനെ നമ്മുടെ പള്ളിക്കാരെയും പള്ളിയുടെ രീതികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതറിഞ്ഞോ അറിയാതെയോ അച്ഛൻ പള്ളിയിൽ വന്നില്ല. ഇന്ന് പള്ളിയിലല്ല, പരിപാടിക്ക് വന്നില്ല. അപ്പം ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി പിടിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഇന്നത്തെ എൻ്റെ സംസാരത്തിൻ്റെ കണ്ടക്സ്റ്റ് എന്ന് വെച്ചാൽ, എങ്ങനെ ഇപ്പം പുതിയതായിട്ട് നമ്മുടെ പള്ളിയിലോട്ട് ഒരാൾ കടന്നു വരുവാണെങ്കിൽ ആ ആൾക്ക് നമ്മുടെ പള്ളിയുടെ മൊത്തത്തിലുള്ള രീതികളെയും കമ്മിറ്റിക്കാരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ പുതിയതായി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് ചാക്കോ മാഷ് പറഞ്ഞതുപോലെ ലണ്ടൻ പള്ളിയുടെ സ്പന്ദനം വനിതാ സമാജത്തിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ആരാണ് ഈ വനിതാ സമാജത്തെ നയിക്കുന്നത്? അത് നമ്മുടെ ബീന ചേച്ചിയാണ്. അപ്പോൾ ബീന ചേച്ചി നിങ്ങൾക്ക് പരിചയം കാണില്ല, പരിചയപ്പെടുത്താം. ബീന ചേച്ചി പരിചയപ്പെടുത്താനായിട്ട് പള്ളി കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാലിൻ്റെ നഖം മുതൽ ചെരുപ്പിൻ്റെ വള്ളി മുതൽ ചുരിദാറ്, കമ്മല, മാല, എന്തിന് പല്ലിലൊരു കല്ലുണ്ടെങ്കിൽ അതുവരെ ആ ചേച്ചി മാച്ചിങ്ങിന് ഇട്ടുകൊണ്ട് വരും. അതാണ് ബീന ചേച്ചി. ഇപ്പം ഇന്ന് എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, തിരക്കായിപ്പോയി. പക്ഷെ ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, മനസ്സിലാവും. അപ്പം ഞങ്ങൾ ബീന ചേച്ചിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പള്ളിയുടെ അകത്ത് കൂടുകയും ഞങ്ങൾ സ്ത്രീകൾ തോറ്റിട്ടില്ല തോറ്റചരിത്രം കേട്ടിട്ടില്ല എന്ന മുദ്രാവാക്യം എല്ലാ ഞായറാഴ്ചയും മുഴക്കുകയും ചെയ്യും. അപ്പം അതിനുശേഷം ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ പല മേഖലകളിലോട്ട് വിന്യസിക്കും. അപ്പോൾ അതിലൊന്ന് എക്സാമ്പിൾ ഹെഡ് ടീച്ചർ ജോസി, ഞങ്ങൾ വനിതാ സമാജം വിന്യസിച്ചതാണ് ജോസിയെ. പിന്നെ നമ്മുടെ അഭിമാനമായ ഗായക സംഘം ദീന ചേച്ചിയെയും അലീനയെയും ഞങ്ങൾ വിന്യസിച്ചതാണ്. അങ്ങനെ പല മേഖലകളിൽ ഞങ്ങളുടെ മുന്നേറ്റം തുടരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, പള്ളി കഴിഞ്ഞ് ഒരു പുതിയ ആളെന്ന രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിയുടെ പൂമുഖത്ത് കുറേ ആൾക്കാർ കുനിഞ്ഞു നിൽക്കുന്നത് കാണും. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ ലണ്ടൻ പള്ളിക്കാർക്ക് എന്ത് ഭക്തിയാണ്. ഇല്ല, അവർ ചെരുപ്പ് അന്വേഷിക്കുന്നതാണ്. അപ്പോൾ കുറേ നേരം ചെരുപ്പ് കിട്ടിക്കഴിയുമ്പം അവരത് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള മറ്റൊരു കാഴ്ച, ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാബു ആൻഡ് സാബു അസോസിയേറ്റ്സിൻ്റെ കഞ്ഞിപ്പുര കാണും. അതിന് ഊട്ടുപുര എന്ന് വിശ്വസിപ്പിക്കാം. അതിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഇപ്പം നിങ്ങളൊരു I usually fill my own questionnaire. You have to fill your own questionnaire. അപ്പം ഞാൻ പള്ളിയിലൊരു ഊച്ചാളി ആയത് കാരണം എന്നോട് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് പള്ളിയിൽ ലേറ്റായി, എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വന്നില്ല, കുലസ്ത്രീകളെ എന്തിങ്ങനെ വഷളാക്കുന്നു, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയാറുണ്ട്. അപ്പം ഈ കഞ്ഞിപ്പുരയിലോട്ട് എത്തുന്നതിന് മുമ്പ് ഈ തരം ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അവിടെ കഞ്ഞി കിട്ടാൻ താമസിക്കും, അവിടെ ചെന്ന് മറ്റുള്ളവരുടെ ക്യൂവിൽ ഡിലേ ഉണ്ടാവും. അപ്പോൾ അതുവഴി കഴിഞ്ഞ് കഞ്ഞിയൊക്കെ മേടിക്കുക. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം പള്ളിയുടെ പുറകുവശത്ത് നിന്ന് ഉറക്കെയുള്ള ചിരിയേക്കാം. അതെന്നാന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വനിതാ സമാജം വിന്യസിച്ചിട്ടുള്ള കുറച്ച് സ്ത്രീകൾ അവൾ വട്ടത്തിൽ നിന്ന് പാത്രം കഴുകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പാത്രം കഴുകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ചളി തമാശകൾക്ക് ഞങ്ങൾ ഉറക്കെ ചിരിക്കുകയും, അത് മെയിനായിട്ട് ചിരി ലീഡ് ചെയ്യുന്നത് ഞാനാണ്. എനിക്കെതിരെ നെയ്ബേഴ്സ് വരെ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പം ഞാനത് ചിരി കുറയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ ഒരു പുതിയ ആൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പള്ളിയിൽ നമ്മുടെ യൂത്ത് അസോസിയേഷൻ ഭയങ്കര സജീവമാണ്. അപ്പോൾ അവരെ കൊണ്ട് കുഴപ്പമില്ല, ചെറിയ പിള്ളേരാ, പക്ഷെ ഒരു കുഴപ്പമുള്ളവർ ഇംഗ്ലീഷ് പറയും. അപ്പം നമുക്ക് മനസ്സിലാവില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ യു ലുക്ക് സ്കിബിഡി സിഗ്മ ബ്രോ
എന്ന് വെച്ചാൽ നിങ്ങളെ കാണാൻ നല്ലതാണ് എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ യുവർ കോട്ട് ബ്രിങ്സ് നെഗറ്റീവ് ഓറ ബ്രോ എന്ന് വെച്ചാൽ കോട്ട് മോശമായി അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ല, നല്ല പിള്ളേരാണ്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കണം. ഈ ശ്രീനിവാസൻ പറഞ്ഞു പോളണ്ടിനെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ പോലെ പള്ളിയിൽ ഓണത്തെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടരുത്. ആരെങ്കിലും ഓണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ നോ കമൻ്റ് എന്നോ അല്ലെങ്കിൽ എനിക്ക് അഭിപ്രായമില്ല എന്ന് മാത്രമേ പറയാവുള്ളൂ. ഞാൻ അങ്ങനെ ഇപ്പം പറയണേ, എനിക്ക് അഭിപ്രായമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പള്ളിയിൽ മെയിനായിട്ട് 4 കുടുംബ യൂണിറ്റുകളാണുള്ളത്. ഈ 4 എണ്ണത്തിൽ പള്ളിക്ക് ചുറ്റുമുള്ളതാണ് സെൻറ്റ് തോമസ് കുടുംബ യൂണിറ്റ്. അപ്പോൾ സെൻറ്റ് തോമസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അതിനെക്കുറിച്ച് സ്ത്രീകളെയും പുരുഷന്മാരെക്കുറിച്ചും സെപ്പറേറ്റ് പറയേണ്ടി വരും. അപ്പോൾ സ്ത്രീകളുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മെലിഞ്ഞുണങ്ങിയ നല്ല സാരി ഉടുത്ത് പള്ളിയുടെ മുൻവശത്ത് കൂട്ടത്തോടെ കാണപ്പെടുന്ന സ്ത്രീകളാണ് ഇവർ. അപ്പോൾ ഇവരുടെ സാരി ഉടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയേണ്ടി വരും. കാരണം ഇവർക്ക് സാരി ഉടുക്കാൻ ഒത്തിരി നേരമുണ്ട്. കാരണം ഇവർ പള്ളിയുടെ ചുറ്റുമാണ്. നമ്മൾ പാവപ്പെട്ടവർ അകലെ നിന്ന് സാരി ഉടുത്ത് വരുമ്പോൾ നേരം വൈകും. അങ്ങനെയാണ് ഞാൻ പള്ളിയിൽ താമസിച്ചു പോകുന്നത്. അപ്പോൾ ഇവർ കൂട്ടത്തോടെ കാണപ്പെടും. ഇവർക്ക് സ്വന്തമായി ഫ്രൈഡേ പ്രേ ഗ്രൂപ്പുള്ള ആളുകളാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് അവരുടെ ഫീച്ചേഴ്സ്. പിന്നെ അവരുടെ ആണുങ്ങൾ ചിലരൊക്കെ കോട്ടിട്ട് വരും, നിർബന്ധമല്ല, ഇടയ്ക്ക് കോട്ടിടാറുണ്ട് അവർ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സെൻറ്റ് ജോർജ് കുടുംബ യൂണിറ്റാണ്. സെൻറ്റ് ജോർജ് കുടുംബ യൂണിറ്റിൻ്റെ രീതി എന്ന് വെച്ചാൽ അവരുടെ മെയിൻ ആക്ടിവിറ്റി പിടിയുരുട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ പിടിയുരുട്ടാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ തലയ്ക്ക് മൂത്തവരായ വിജി ചേച്ചിയുടെയും ഷീജ ചേച്ചിയുടെയും നേതൃത്വത്തിൽ അവർ പിടിയുരുട്ടാൻ പഠിപ്പിക്കുകയും അവരെ അവരുടെ യൂണിറ്റിലേക്ക് എടുക്കുകയും ചെയ്യും. തങ്കപ്പെട്ട മനുഷ്യരാണ്. പിന്നെ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മെയിൻ ആക്ടിവിറ്റി ക്രിസ്മസ് കരോളാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഇല്ലെങ്കിൽ പോലും ഒരു കരോൾ നടത്തി കളയുന്നു. അപ്പോൾ അതങ്ങനെയാണ് അവർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മോർ ഗ്രിഗോറിയോസാണ് അടുത്ത കുടുംബം. അവർ 4 പേരേ ഉള്ളൂ. ആ പടെ അവർ ചെന്നു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് സൂക്ഷിച്ചും കണ്ട് പെരുമാറിയില്ലെങ്കിൽ അവർ വൈറലാക്കും. അവരുടെ കൂടെ ഇപ്പോൾ എൽദോ നിൻ്റെ സിനിമയിലെടുത്തു എന്നും പറഞ്ഞാൽ അവന് എൽദോയും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സൂക്ഷിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവർ പിടിച്ച് വൈറലാക്കും. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെയുള്ളത് സെൻറ്റ് മേരീസ്. സെൻറ്റ് മേരി കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ ഞങ്ങൾ അടുത്ത വർഷം ഉണ്ടോ ഇനി ഉണ്ടാവുമോ ഒന്നും അറിയാൻ പാടില്ല. ആകെപ്പാട് ഞങ്ങൾക്ക് ആക്ടിവിറ്റി ഉള്ളത് ഇവിടെ വന്ന് ഞാനും മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ആരുടെ ഒന്നും പഠിക്കണ്ട, ചുമ്മാ എല്ലാവരുടെയും കുറ്റം പറയുക. ഇതാണ് മെയിൻ ആക്ടിവിറ്റി ഞങ്ങളുടെ. ഒരു ക്യാൻഡിക്രിസിന് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിക്സിന് ഞങ്ങളെ കാണാൻ കിട്ടാറുള്ളൂ. പക്ഷേ ഞങ്ങളുടെ മെമ്പർഷിപ്പിന് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ പാലത്തെക്കുറിച്ച് 1000 വേർഡ്സിൽ എസ്സേ എഴുതി ബേസിൽ മാർക്ക് ചെയ്ത് പള്ളിക്ക് കൊടുത്തിട്ടാണ് ഞങ്ങളെ മെമ്പർഷിപ്പിൽ എടുക്കുന്നത് സാധാരണ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കമ്മിറ്റിക്കാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കമ്മിറ്റിയിൽ മൊത്തം 12 പേരാണുള്ളത്. അപ്പോൾ കമ്മിറ്റിയുടെ നയിക്കുന്നത് സെക്രട്ടറിയാണ്, പൗലോസേട്ടനാണ്. ഈ വിയറ്റ്നാം കോളനിയിലെ KK ജോസഫിൻ്റെ കാര്യം പറഞ്ഞു. ഇതല്ല, ഇതപ്പുറം ചാടിക്കിടന്നവരാണ് ഈ KK ജോസഫ് എന്ന് പറയുന്ന പോലെ ഒരാളാണ് പൗലോസേട്ടൻ. പൗലോസേട്ടൻ രാവിലെ 1 അണ്ടാവ് ചിക്കൻ കറിയുമായി വീട്ടിൽ നിന്ന് വരികയും ആ ചിക്കൻ കറി പള്ളിയിൽ വിളമ്പി തിരിച്ച് കാലി അണ്ടാവുമായി വീട്ടിലോട്ട് പോവുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. പിന്നെ അടുത്തത് ബിജുവാണ്, ബിജു ചെക്കപ്പ്, ട്രസ്റ്റിയാണ്. അപ്പോൾ ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിയുമ്പം ബിജുവിന് എടുത്തിടയ്ക്ക് ബിജു മീശയൊക്കെ എടുത്ത് ചെറുപ്പക്കാരനാവാൻ ശ്രമം നടത്തി. പക്ഷെ അത് വെറുതെയാണ്. ബിജുവിന് നല്ല പ്രായമുണ്ട്, എന്നെയൊക്കെ പ്രായമുണ്ട്. അത് സംബന്ധിച്ച് തരാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ അതിന് ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സുജോയ് ചേട്ടനാണ്. സുജോയ് ചേട്ടൻ പെട്ടിക്കടകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാൻ ഏർപ്പെടുന്നു. ഈ പള്ളിയിൽ ഇവിടെ കാണുന്ന ഓരോ സ്ത്രീയുടെയും കാലിലും കഴുത്തിലും ഒക്കെ ഉള്ളത് ഒരു പക്ഷേ നമ്മുടെ സുജോയ് ചേട്ടൻ്റെ കൈകളിലൂടെ കയറി ഇറങ്ങിയ ആഭരണങ്ങളാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഉറക്കിച്ചിരിക്കുന്ന ഒരു ഭാര്യയുമുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രദീപിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, നമ്മുടെ ഈ പിണറായി വിജയൻ്റെ മരുമോൻ ഒരു മന്ത്രി ഉണ്ടല്ലോ, അയാളുടെ മോച്ചായുണ്ട് ഈ പ്രദീപിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ മെയിൻ ആക്ടിവിറ്റി കമ്പ്യൂട്ടർ നോക്കി പാത്രം കഴുകുകയാണ്. പ്രദീപ് കമ്പ്യൂട്ടർ നോക്കുന്നു, പാത്രം കഴുകുന്നു, ഇച്ചിരി നേരം കഴിയുമ്പോൾ കമ്പ്യൂട്ടർ നോക്കുന്നു, വീണ്ടും കഞ്ഞി വിളമ്പുന്നു.
അതാണ് പ്രദീപിൻ്റെ കാര്യം. പ്രദീപിന് അനിയനുണ്ട് ശ്യാമിൻ. എനിക്ക് പേടി അവനോട് മിണ്ടാൻ, ഞാൻ മിണ്ടാറില്ല. അവൻ ചിരിച്ചെന്നവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾ ആർക്കും അവനോട് സമ്മതിക്കാൻ സമ്മതം കിട്ടണം, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം ലൈഫ് ഈസ് നോട്ട് ടു ബാഡ് എന്ന്. ഇനി ഇവരുടെ ഭാര്യമാരെ കുറിച്ചും പറയാനുണ്ട്. അതെന്നാന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ പള്ളിയിൽ വരുമ്പം ഇവരിട്ടേക്കണ ഉടുപ്പുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ചുളിവ് കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്കൊരു മോതിരം ഇട്ട് തരാം. എൻ്റെ സംശയം ഇവരിനി ഇട്ടിട്ട് ഇത് അയൺ ചെയ്യണമാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ അപ്പം അതാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ റോയ് ചേട്ടനാണ് മറ്റൊരു കമ്മിറ്റി മെമ്പർ. ഇപ്പോൾ റോയ് ചേട്ടനോട് കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റോയ് ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ചേട്ടൻ തമാശ പറഞ്ഞു കളയും, ചിരിക്കണം. 2, പിന്നെയും ചെന്ന് സംസാരിച്ച ചേട്ടൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് സംസാരിക്കും. 3-മത് ചേട്ടൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ ലേലത്തിൽ ഭയങ്കര പ്രഗത്ഭനാണ്. സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ലേലത്തിൽ വിൽക്കും നമ്മളെ. നാളെ എന്നെ വിൽക്കാൻ ശ്രമിച്ചു, എന്നെ മേടിക്കാൻ ആരും ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ പോയില്ല. പിന്നെ എന്ന് വെച്ചാൽ ബിനോയ് ചേട്ടനാണ്. ബിനോയ് ചേട്ടൻ എന്ന് വെച്ചാൽ ബിനോയ് ചേട്ടൻ്റെ മെയിൻ ആക്ടിവിറ്റി പണിയുക പൊളിക്കുക എന്നുള്ളതാണ്. ചേട്ടനെ കുറിച്ച് ഞാൻ ഈ കെട്ടിടങ്ങളുടെ രാജാവ് എന്നൊക്കെ വിളിക്കാൻ ഉദ്ദേശിപ്പിക്കുകയാണ്. പിന്നെ ഇനി ആരെങ്കിലും ഞാൻ മിസ് ചെയ്തോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ബേസിലിനെ കുറിച്ച് പറഞ്ഞില്ല. ബേസിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറക്കും തളിക എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനകത്തൊരു ബസ്സുണ്ട്. ആ ബസ്സിൻ്റെ വൃത്തികേട് മറയ്ക്കാനായിട്ട് ആ ബസ് അവരിങ്ങനെ ബസ് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, വാഴയും കപ്പയൊക്കെ വെച്ച് എന്ന് പറയുന്നത് പോലെ. ബേസിൻ്റെ ഒരു വണ്ടിയുണ്ട്. ബേസിൽ ആ വണ്ടി ഇങ്ങനെ വാഴയും ചക്കയും വാങ്ങയൊക്കെ വെച്ചുകൊണ്ട് പള്ളി തീരാറാവുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടും. അത് എല്ലാ ആഴ്ചയില്ല, വല്ലപ്പോഴൊക്കെ പുറപ്പെടും. എന്നിട്ട് വൈകുന്നേരം 8-9 മണിയാകുമ്പോൾ തിരിച്ച് ആ വണ്ടി അങ്ങോട്ടും പോകും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളോട് ആരോടും ചോദിക്കും, ഈ വണ്ടിയിൽ കയറുന്നുണ്ടോ എന്ന് ചോദിക്കും. ജന്മത്ത് കയറരുത്, ഇത് പാമ്പുണ്ടോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് കമ്മിറ്റിക്കാരെല്ലാം വിട്ടുപോയെന്ന് എനിക്കറിയില്ല. കുഴപ്പമുണ്ടെങ്കിൽ സമയപരിമിതി പോലെ ഞാൻ പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്. ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. പിന്നെ എന്ന് വെച്ചാൽ ഈ പള്ളിയിൽ നിന്ന് ഒരു ടൂറ് പോവും. ആരെ വിട്ടുപോയേ? സിബി സന്തോഷം, മറന്നുപോയി. സിബി സന്തോഷിനെ കുറിച്ചും പറഞ്ഞില്ല. അവർ അയ്യോ മറന്നു, ഞങ്ങളുടെ ആൾക്കാരെ വിട്ടു. അപ്പം സിബി സന്തോഷിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്നു വെച്ചു, അപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് അച്ഛ എന്ന് പറയുന്നത് കേൾക്കും. അപ്പം നമ്മൾ വിചാരിക്കും അച്ഛനെ വിളിക്കുന്നതാണ്. അല്ല, അവർ ഹിന്ദിയിൽ സംസാരിക്കുന്ന സിബി സന്തോഷ് ചേട്ടനും. അപ്പം അവരോട് സംസാരിക്കുക ഹിന്ദി അറിയാൻ പാടില്ലെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേ വെച്ച് സംസാരിക്കുമ്പോൾ ഹും ചേർക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അവർക്ക് സുന്ദരികളായ ഭാര്യമാരുണ്ട്, പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ. പിന്നെ ഞങ്ങളുടെ സ്ത്രീകൾ, ഞങ്ങളുടെ വനിതാ സമാജത്തിലെ മരിയ ചേച്ചിയും ബി ചേച്ചിയും, അവർക്ക് 2 ഒരു ആശുപത്രിയിലായിരുന്നു. അവർ തിരിച്ചു വന്നു, കുഴപ്പമില്ലായിരുന്നു, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഈ പള്ളിയിൽ നിന്ന് പ്രത്യേക അവസാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, പള്ളിയിൽ നിന്ന് ടൂർ പോകുമെന്ന് വെച്ചാൽ അതിന് ട്രിപ്പ് പോകുമെന്ന് എങ്ങോട്ടാ പറയണേ. അപ്പോൾ അന്നേരം പറ്റുവാണെങ്കിൽ അതിന് പോകണം. പക്ഷെ പോകുമ്പോൾ പ്രത്യേകം 2 കാര്യം: 1 ഡാൻസ് പഠിക്കണം, 2 ബ്രാൻഡഡ് ക്ലോത്തിങ് മേടിക്കണം. നിക്കറിൻ്റെ വള്ളി വരെ ആൾക്കാർ ബ്രാൻഡഡ് ഇട്ടുണ്ട് തന്നെ അവിടെ. അപ്പോൾ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് വരിക. അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ട്രംപിൻ്റെ ചെവിയിൽ വെടിവെച്ചു എന്ന് പറഞ്ഞ പോലെ എന്നെ ആരെങ്കിലും വെടിവെച്ച് കൊല്ലുവാണെങ്കിൽ ഞാനീ കുറ്റം പറഞ്ഞ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.